കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു കപ്പൽ ഇറാനിലേക്ക് എത്തി. അവിടെ ദുരിതമനുഭവിക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളും നിറച്ചൊരു കപ്പലായിരുന്നു അത്. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ എംബസി ഇന്ത്യക്ക് നന്ദി അറിയിച്ചൊരു കുറിപ്പിട്ടു. അപ്പോഴാണ് പലരും ശ്രദ്ധിക്കുന്നത്, ഇന്ത്യയിലുള്ള ഇറാൻ എംബസിയുടെ എക്സ് പോസ്റ്റിൽ നിരന്തരം നന്ദി നന്ദി എന്നുള്ള പോസ്റ്റുകൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ആ വാർത്തകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതായത് ഇറാൻ എംബസി പറയുന്നു, ഈ ലോകത്ത് തങ്ങളെ ഇത്രത്തോളം ചേർത്ത് പിടിച്ച ഒരു രാജ്യം വേറെയില്ല, ഇത്രത്തോളം സ്നേഹിച്ച ഒരു ജനത വേറെയില്ല. തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് ദില്ലിയിലും കാശ്മീരിലും ലക്നൌവിലും ഉള്ള ആയിരക്കണക്കിന് പേർ ഇന്ത്യയിലുള്ള ഇറാൻ എംബസിക്ക് അയച്ചു നൽകിയത്. ഏതായാലും തങ്ങൾക്ക് ആ സംഭാവനകൾ വളരെ ഉപകാരപ്പെട്ടിരുന്നു. ഇനി തങ്ങൾ ആ QR കോഡ് പിൻവലിക്കുകയാണ്. ഇനി സംഭാവന തങ്ങൾക്ക് ആവശ്യമില്ല. പലരും സ്വർണവും വെള്ളിയും ചെമ്പും ഒക്കെ വിറ്റിട്ടും സ്വന്തം സ്ഥലം വിറ്റിട്ടുമൊക്കെയാണ് പലരും തങ്ങളെ സഹായിക്കാൻ വന്നത്. ഇത് തങ്ങളുടെ കണ്ണ് നിറയിക്കുന്നു. ഇത്രയും ഒരു സ്നേഹം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സർക്കാർ ഞങ്ങൾക്ക് ഈ മരുന്നുകളും മറ്റും എത്തിക്കുന്ന രണ്ടാമത്തെ കപ്പലാണ് ഇപ്പോൾ എത്തുന്നത്. ആദ്യം ഒരു കപ്പൽ എത്തിയിരുന്നു. ഇതും തങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്. ഒടുവിൽ ഈ നന്ദി പോസ്റ്റിട്ട് മടുത്തിട്ടാണോ എന്നറിയില്ല. ഏതായാലും ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ ഒടുവിൽ വീഡിയോയുമായി തന്നെ രംഗത്തെത്തി. അദ്ദേഹം വീഡിയോയിൽ വന്നു നിന്നിട്ട് ഈ നന്ദി മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ വൈറലായി മാറിയിരിക്കുന്നു ആ വീഡിയോ. ഈ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന രാജ്യങ്ങൾ അത് ആരുടെ പക്ഷത്താണെന്നോ എന്താണെന്നോ നോക്കാതെ അവിടെ സഹായവുമായി എത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. നമുക്കറിയാം, തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ മരുന്നുകളും മെഡിക്കൽ സംഘവുമായി ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറഞ്ഞ് ആദ്യം പറന്നിറങ്ങിയ രാജ്യം ഇന്ത്യ ആയിരുന്നു. പിന്നീട് ആ തുർക്കി നമുക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ചുറ്റോട് ചുറ്റും ശ്രീലങ്കയിലും മറ്റിടങ്ങളിലും ബംഗ്ലാദേശിലും ഒക്കെ അവരുടെ ദുരിതകാലത്ത് അരിയായാലും എണ്ണയായാലും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യക്ക് എന്നും ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു സ്നേഹ വായ്പാണ് ഇപ്പോൾ ഇറാൻ ആവോളം ആസ്വദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.